ഇന്ന് നമ്മൾ പഴുത്ത മാങ്ങ കൊണ്ടുള്ള ഒരു ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ 2 മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് ചവ്വരിയാണ്. ഒരു 1/2 കപ്പ് ചവ്വരി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിക്കുക കഴുകിയിട്ട് കേട്ടോ. എന്നിട്ട് 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കുക. ഇവിടെ മാങ്ങ കഷ്ണങ്ങളാക്കി വെച്ചു. ഒരു 1/2 ലിറ്റർ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 1/2 കപ്പ് നമ്മൾ മാറ്റി വെക്കുന്നു. എന്നിട്ട് ഈ ബാക്കിയുള്ള പാല് തിളപ്പിക്കാൻ വയ്ക്കുന്നു. നമ്മൾ പിന്നെ ചെയ്യണത് മാമ്പഴം ഒരു മിക്സിയിലിട്ടിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര, അത് മാങ്ങയുടെ മധുരം അനുസരിച്ച് ഇടണം കേട്ടോ, ചേർത്ത് കൊടുത്ത് ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ അരച്ചിട്ട് വരുന്നു. നന്നായിട്ട് അത് പേസ്റ്റ് പോലെ ആക്കുന്നു. അതിലൊട്ടും വെള്ളം ഒഴിക്കണില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെയാണ് നമ്മൾ അരച്ചെടുത്തത്. ഇനി നമുക്ക് അടുത്ത് മാങ്ങ കഷ്ണങ്ങൾ കുറച്ച് മാറ്റി വെച്ചത് ചെറിയ കഷ്ണങ്ങളാക്കി വെക്കണം. ഇനി നമ്മൾ മാറ്റി വെച്ച പാലിൽ ഒരു 2 ടീസ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി, തീരെ കട്ടയില്ലാതെ ഇളക്കി മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കുക, തീരെ കട്ടയില്ലാതെ ഇരിക്കാൻ നോക്കുക കേട്ടോ. 2 മിനിറ്റ് നേരം ഇളക്കുമ്പോഴേക്കും അത് പാകമായിരിക്കും. നമ്മൾ പാലെടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡർ നമ്മൾ കലക്കി വെച്ചത് പതുക്കെ സ്ലോലി ഒഴിച്ചു കൊടുത്ത് ഒപ്പം തന്നെ ഇളക്കി അതിനെ ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ സൈഡിലൊക്കെ പിടിക്കും, അടിയൊക്കെ പിടിക്കും. അതുകൊണ്ട് കൈവിടാതെ ഇളക്കണം. കുറച്ച് നേരം ഇളക്കിയാൽ മതി, ഒന്ന് കുറുകി വന്നാൽ മതി, വല്ലാണ്ട് കട്ടയാവരുത്. അത് തണുത്ത് കഴിഞ്ഞാൽ ഓൾറെഡി അത് കട്ടയാവും. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരുവിധം പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. ഇവിടെ ഞാൻ ഇഡ്ഡലി പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചീഞ്ചട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ച് സ്റ്റാൻഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനതിൽ ഒരു സ്റ്റീമറിൽ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് ചവ്വരി ഇതോ കണ്ടില്ലേ പാകമായിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം കുതിർന്നിട്ടുണ്ട്. 2 മണിക്കൂറായി ഇട്ട് വെച്ചിട്ട് അത് നമ്മൾ സ്റ്റീം ചെയ്യാൻ പോവാണ്. സ്റ്റീമറിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 10-12 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്യണം കേട്ടോ. ഒരു മീഡിയത്തിൽ തീ വെച്ചാൽ മതി. ഇപ്പോൾ ഒരു 12 മിനിറ്റ് കഴിഞ്ഞു. നോക്കിയപ്പോൾ നല്ല ട്രാൻസ്പെറൻ്റായി കിട്ടിയിട്ടുണ്ട്, നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് വേറെ വേറെ മണികളായി കിട്ടും. ഞാൻ അരിപ്പയിൽ അത് എടുത്തു. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച കസ്റ്റാർഡും പാലും കൂടിയിട്ടുള്ള മിശ്രിതത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ച മാമ്പഴം ഇട്ട് കൊടുക്കുക. പിന്നീട് നമ്മൾ വേവിച്ച് വെച്ച് ആവി കയറ്റി വെച്ച് നമ്മുടെ ചവ്വരിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക, മധുരം നോക്കണം. പിന്നെ ഞാൻ മുറിച്ച് വെച്ച് ബാക്കിയുള്ള നമ്മുടെ മാമ്പഴ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്തു. വേണമെങ്കിൽ ഏലക്കായ പൊടിയൊക്കെ ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഗ്ലാസ്സിലേക്ക് ആക്കി അതിൽ കുറച്ച് ബദാമൊക്കെ, ബദാമോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഡ്രിങ്ക് തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് എഴുതാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.